ചങ്കൽക്കും പുതിയ വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് ക്യാമറ, നമ്മളെ വണ്ടിയിലൊക്കെ റിവേഴ്സ് ക്യാമറ എങ്ങനെയാണ് വെക്കുന്നുള്ള വീഡിയോ ചെയ്യുന്നത്. റിവേഴ്സ് ക്യാമറ അതിനൊക്കെ ലൈവായിട്ട് നമ്മൾ വണ്ടി ഓടുമ്പം വർക്കായിക്കൊണ്ടിരിക്കുന്ന ക്യാമറ എങ്ങനെയാണ് കണക്ട് ആയെന്ന് നോക്കണം. അത് ലൈവിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അതിനെ റിവേഴ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ റിവേഴ്സ് ക്യാമറ വർക്കാവും. അങ്ങനെ റിവേഴ്സ് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കാറിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ നമ്മളതൊക്കെ ലോറിയിലായിട്ട് ഏത് വണ്ടിയിലായാലും ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതിലൊരു യാതൊരു വ്യത്യാസവും ഇല്ല. ഒരേ മെത്തേഡ് തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വണ്ടിയിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിവേഴ്സ് ക്യാമറ വെക്കാൻ പറ്റും. വീഡിയോയ്ക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിനായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടുത്ത ബെല്ലൈക്കൺ ആളാക്കിയിട്ട് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. അപ്പോൾ വീട്ടിൽ നമ്മൾ നേരെ വർക്കിലായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഒരു കാറിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യണം. നമ്മൾ നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ആട്ടയിൽ ഒരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുകയാണ്. റിവേഴ്സ് ക്യാമറ മാത്രമല്ല, ഇത് ഫ്രണ്ട് 3 ക്യാമറ ഉണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ. അതായത് ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ റിവേഴ്സ് ക്യാമറ അടക്കം ഈ ക്യാമറ എങ്ങനെ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മളിത് ആട്ടയിലാണ് കാണിക്കണം. ഇത് ഫ്രണ്ടിലത്തെ വ്യൂ റെക്കോർഡ് ചെയ്യും, അതിനങ്ങനെ വണ്ടിയുടെ അകത്ത് ഉള്ള വീഡിയോ റെക്കോർഡ് ചെയ്യും. അതിനൊക്കെ നമ്മൾ ആട്ടയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വെക്കാൻ പോണത്. ഈ ആട്ടയിലാണ്. ആട്ടയിൽ പാസഞ്ചറൊക്കെ വേക്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വെച്ച് മറന്നു പോവുകയോ അല്ലെങ്കിൽ അവർ വെച്ചിട്ട് പിന്നെ വെക്കാതെ വെച്ചെന്ന് പറയുക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബാക്കപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരെന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ ഈ ആട്ടയിൽ ഇപ്പോൾ നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നാട്ടിൽ ഫിറ്റ് ചെയ്യണം ഞാൻ ഇതിനു മുമ്പേ ചോദിച്ച സമയത്ത് ഞാൻ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച സമയത്ത് നാട്ടിൽ പോയി ചോദിച്ച സമയത്ത് 2000-2500 രൂപയ്ക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു 5 വോൾട്ടിൻ്റെ ഫീസ് ഊരിയെടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇതിൻ്റെ ക്യാമറ മെയിൻ, അതായത് ഇതിൻ്റെ സ്ക്രീനിൻ്റെ മെയിൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നോർമലി നമ്മളെ റിവേഴ്സ് ക്യാമറയിൽ നമ്മൾ നോർമലായിട്ട് മേടിക്കുന്നതിലൊക്കെ നമ്മൾ ഈ സൈഡിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നോർമലായിട്ട് മേടിക്കുന്ന റിവേഴ്സ് ക്യാമറയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ മാത്രമേ ആ സ്ക്രീൻ വർക്ക് ആവുള്ളൂ. പക്ഷേ ഈ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എപ്പോഴും പവർ വേണം. മുമ്പ് ഞാൻ എടുത്ത അതിൻ്റെ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ക്ലിപ്പായി കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിൽ എവിടെ വേണമെങ്കിലും നല്ലപോലെ ഇത് പഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മളെ ഗ്ലാസ് ഹോൾഡറാണ് ഇത്. ഗ്ലാസ് ഹോൾഡർ, ഇത് സ്ക്രീൻ ഹോൾഡറാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡറാണ്. അത് ഇളവിയൊന്നും വീഴത്തില്ല. നല്ല ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നതാണ്. അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറയാണ്. നമുക്ക് ഈ ഇപ്പോൾ നിങ്ങൾ ടാക്സി ഓടിക്കുന്നതായി മസ്റ്റായിട്ട് നിങ്ങളിത് മേടിച്ച് ഫിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ വണ്ടിയിൽ ഫ്രണ്ടിൽ കൂടെ വന്ന് നിങ്ങളെ തെറ്റില്ലാതെ ആരെങ്കിലും റോഡ് കുറുക്ക് ചാടുമ്പോൾ നിങ്ങൾ ആക്സിഡന്റ് ഇട്ട് അല്ലെങ്കിൽ ബൈക്ക് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് പിന്നെ ബൈക്ക് സൈക്കിളാറിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് പറയുന്നത് നിങ്ങളെ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇതിന്റെ ബാക്കപ്പ് എടുത്ത് പോലീസിന് അല്ലെങ്കിൽ പറഞ്ഞ നാട്ടുകാരെ കാണിക്കാൻ പറ്റും നമ്മളെ തെറ്റില്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ മെനു കാര്യങ്ങളൊക്കെ അല്ല. നമ്മൾ ഈ വണ്ടിയിലെ ഈ ഓട്ടോറിക്ഷയുടെ ഈ ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം. അതിനുശേഷം കേബിളിന്റെ മേലിക്കൂടെ ഇതേ കണക്ക് നമ്മൾ പവർ എടുത്ത് നേരെ താഴെ പീസിന്റെ ഏരിയൻ്റെ അവിടെ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ മേലത്തെ തട്ടിളക്കിയിട്ടുണ്ട്. തട്ടിളക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈൻ നമ്മൾ ആട്ടയില ബോഡി കൂടെ വലിച്ച് താഴോട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ അതിന്റെ മെയിൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഇപ്പോൾ കാണിച്ചിരുന്ന ഇതുവഴിയാണ് എടുത്തേക്കുന്ന വയർ. ഇതിന്റെ സൈഡ് വഴി വയർ എടുത്തതിന് ശേഷം അതായത് ആ ഡാഷ്ബോർഡിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നേരെ ഈ ഫീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം ഫീസിൽ ഇപ്പം നമ്മൾ അതിന്റെ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ വണ്ടിയുടെ നെഗറ്റീവ് നിങ്ങൾക്ക് വണ്ടിയുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്തേക്കണം ബോഡിയിലാണ്. ഫേസ് നമ്മളിവിടെ ഫീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് നമ്മൾ ബോഡിയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചാവി ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ സ്ക്രീൻ വർക്കാവുന്നത്. ഇപ്പോൾ ചാവി ഓൺ ആക്കിയിട്ടുണ്ട്. ചാവി ഓൺ ആക്കുമ്പോൾ നമ്മളെ സ്ക്രീൻ ഇതാ ഇപ്പോൾ വർക്കായിട്ടുണ്ട്. ഇപ്പൊ അതിൽ അതായത് ഫ്രണ്ടിൽ മുൻവശത്തെ ക്യാമറ വലുതായി കാണിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നത് അവിടുത്തെ ക്യാമറ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഏത് സ്ക്രീനാണ് നമുക്ക് വലുതാക്കി വേണമെന്നുള്ള നമുക്ക് തന്നെ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്ത് അത് വലുതാക്കി വെക്കാൻ പറ്റും. ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ആവണം എന്നൊക്കെ ഉള്ള ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇതിൽ കൂടെ പറഞ്ഞ് ഞാൻ നീളം കൂട്ടുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ ഇട്ടേക്കാം. നിങ്ങൾ കയറി എൻ്റെ സ്ക്രീനിലും കൊടുത്താൽ കയറി വാച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഇനിയിപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഫുൾ സ്ക്രീൻ വരെ ഞാൻ ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പൊ ഫ്രണ്ടിലത്തുള്ള ഫുൾ വ്യൂ ആണ് ഇപ്പൊ കിട്ടുന്നത്. അതിനൊക്കെ ഞാൻ ഇപ്പൊ വണ്ടി കാത്തിരിക്കുന്ന ആ സ്ക്രീനും നമുക്ക് ഫുൾ വ്യൂ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഓട്ടോയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആയതുകൊണ്ടിരിക്കും വീഡിയോകളെല്ലാം. ഇനി നമുക്ക് ഇതിന്റെ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യണം. ഈ കാണുന്ന ഇതിന്റെ റിവേഴ്സ് ക്യാമറ ഇതും കൂടെ നമുക്ക് ബാക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ നമുക്ക് അതിന്റെ പവർ എടുക്കണം. ഇപ്പോഴത്തെ വണ്ടിയെല്ലാം കമ്പ്യൂട്ടറൈസ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പണ്ടത്തെ മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക്
ഓയർ എടുത്ത് ബോഡി ഷോർട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോഴത്തെ വണ്ടിയിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാം കമ്പ്യൂട്ടർ ആട്ടോ അടക്കം എല്ലാ വണ്ടിയും കമ്പ്യൂട്ടറൈസ് വണ്ടികളാണ്. അപ്പോൾ അത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് വല്ല കമ്പ്യൂട്ടറിലെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടപ്പണിയാവും. അതുകൊണ്ട് നമ്മളൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ഇപ്പൊ അതിന്റെ റിവേഴ്സിന്റെ മെയിൻ ലൈൻ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ ഉള്ള ലൈനിലാണ് നമ്മൾ ബാക്കിലത്തെ ക്യാമറയുടെ പവർ കണക്ട് ചെയ്യാനുള്ളത്. എന്നാലേ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ക്യാമറ ഓൺ ആയിട്ട് അതിന്റെ സ്ക്രീനിന്റെ വ്യൂ നമുക്ക്, അതായത് ആ ക്യാമറയുടെ വ്യൂ നമുക്ക് ഫ്രണ്ടിലത്തെ സ്ക്രീനിൽ കിട്ടുള്ളൂ. ഇപ്പൊ അതിനായിട്ട് ഞാൻ ഇപ്പോൾ മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൂട്ടാതെ അല്ലെങ്കിൽ ഇലക്ട്രിക് കടയിൽ നിന്ന് മേടിച്ചാലും മതി. ഇത് നമ്മൾ ജസ്റ്റ് അതിന്റെ പവർ, അതായത് ഏത് വയറിലാണ് അതിന്റെ റിവേഴ്സിന്റെ പവർ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനെങ്ങനെ റിവേഴ്സ് ക്യാമറയുടെ നെഗറ്റീവിന്റെ പവർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിന്റെ ബോഡിയിൽ അവിടെ തന്നെ ഒരു ബോഡിയിൽ ഒരു നെറ്റിൽ പിടിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ലൈൻ എല്ലാം, അതായത് നെഗറ്റീവ് ലൈൻ എല്ലാം നമുക്ക് വണ്ടിയിലെ ബോഡി ടൈറ്റ് ചെയ്താൽ മതി. അതിനൊക്കെ പോസിറ്റീവ് ലൈൻ എടുത്തിട്ടാണ് നമ്മൾ ഞാൻ ഇപ്പൊ റിവേഴ്സ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് കത്തണ കാണാൻ പറ്റും. ഈ കത്തണ, അതായത് ഇപ്പത്ത് കത്തണ, അതായത് നമ്മളിപ്പോ അതിന്റെ ഇപ്പത്തെ ലൈറ്റ് കത്താത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വയർ ഇളക്കിയിട്ടേക്കാണ്. ഇനി അതിലാണ് നമ്മൾ ഇതിന്റെ ലൈൻ ചെക്ക് ചെയ്യുന്നത്. അപ്പം മൾട്ടിമീറ്ററിന്റെ ഉയരം നമ്മൾ ബോഡി ഇതായപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ബോഡിയാണ് ഇതിന്റെ നെഗറ്റീവ്. അത് കണക്കിന് പോസിറ്റീവ് ലൈൻ നമ്മളിപ്പോൾ ഇതിന്റെ ഓരോ കണക്ട് വെച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ ആ വെച്ച ആ പോയിന്റിൽ റിവേഴ്സിന്റെ ലൈൻ വരുന്നത്, രണ്ടാമത്തെ പോയിന്റ് വെച്ച് അതുമല്ല വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ മൾട്ടിമീറ്റർ വർക്ക് ആയിട്ടുണ്ട്. അതായത് 12 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ ഈ ഇതിന്റെ റിവേഴ്സ് ക്യാമറ പവർ വരുന്നത്. അപ്പൊ ആ മൂന്നാമത്തെ ലൈനിലെ ഉയറിന്റെ ചുവന്ന ഉയരാണ്. അതിൽ പിടിച്ച് നമ്മൾ ഇപ്പൊ ഈ റിവേഴ്സ് ക്യാമറ മെയിൻ പവർ, അതായത് പോസിറ്റീവ് പവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പം റിവേഴ്സ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ വർക്ക് ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇത് കൊടുക്കാൻ, വേറെ ഒന്നുമല്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിന്റെ ഡിക്കി അടച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ റിവേഴ്സ് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡിക്കി അടച്ചതിന് ശേഷം നമുക്ക് എന്റെ റിവേഴ്സ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്റെ മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് മറുപടി ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്കിവിടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നമ്മളിതാ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ഓയറൊക്കെ കൃത്യമായിട്ട് എടുത്ത് നമ്മൾ ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ പോയതിനു ശേഷം നമുക്ക് അതിന്റെ റിവേഴ്സ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. അതിന്റെ റിവേഴ്സ് ലൈറ്റ് ഓൺ ആയിട്ട് നമുക്ക് വണ്ടിയുടെ ലിവർ, അതായത് റിവേഴ്സ് ഗിയർ ഇടേണ്ടി വരും. അപ്പൊ നമ്മൾ വണ്ടിയുടെ ചാവി ഓൺ ആക്കിയതിനു ശേഷം ഞാൻ ഇപ്പൊ റിവേഴ്സ് ഗിയർ ഇട്ട് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, അതിന്റെ സ്വിച്ച് ഓൺ ആയാൽ മാത്രം മതി. എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് റിവേഴ്സ് എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് വണ്ടിയുടെ. ഇപ്പൊ നമ്മുടെ സ്ക്രീൻ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോ റിവേഴ്സ് ഇടുന്ന സമയത്ത് റിവേഴ്സ് സ്വിച്ച് വർക്ക് ആവും. ഞാൻ ഇപ്പൊ റിവേഴ്സ് ഇടാൻ പോവുകയാണ്. റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് സ്വിച്ച് വർക്ക് ആവും. ഇപ്പൊ ഫ്രണ്ട് സ്ക്രീനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂ. ഈ ബൈക്കിന്റെ വ്യൂ ആണ് നമുക്കിവിടെ ഫ്രണ്ട് സ്ക്രീനിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമ്മളെ റിവേഴ്സ് ക്യാമറ വർക്കായി നമുക്ക് ബാക്കിലത്തെ വ്യൂ നമുക്ക് നമ്മളെ ഫ്രണ്ട് സ്ക്രീനിൽ കിട്ടുന്നതാണ്. ഞാൻ അവിടെ റിവേഴ്സിന്റെ ലിവർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ റേറ്റിന്റെ സ്വിച്ച് വർക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പൊ നമ്മളെ റിവേഴ്സ് ക്യാമറ വർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്റെ മക്കളെ ഞാൻ ഇപ്പൊ ബാക്കിലോട്ട് പറഞ്ഞയക്കാം. അവരിപ്പോ ബാക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് വല്ല കുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിഞ്ഞൂടെ ഒന്ന് ബാക്കിൽ കയറിയാൽ നമുക്ക് ഈ വണ്ടിയിൽ സെൻട്രൽ ഗ്ലാസ്സിലോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മളെ കുട്ടികളെ വന്ന് ബാക്കിൽ നിൽപ്പുണ്ട്. 2 മക്കൾ ഇപ്പൊ വന്ന് നോക്കിക്കൊണ്ട് നല്ല കൊച്ചു കുട്ടി, എന്റെ ചെറിയ മോൾ വരെ ബാക്കിൽ നമ്മളിവിടെ കാണാൻ പറ്റും. അപ്പൊ ചെറിയായിട്ട് ക്യാമറ ജസ്റ്റ് പൊക്കി വിളിക്കണം, അതിന് എത്രയേ ഉള്ളു കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റ് നമുക്ക് പിന്നെ വരത്തില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് തന്നെ കണ്ടോ, നിങ്ങൾ ലൈക്കും ഷെയറും കമന്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രയോജനം. അപ്പൊ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം.